ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഒരു ഇൻസ്പയർ വീഡിയോ ആണ്. അതായത് ഒരു ഇൻസ്പയർ ഹെയർ സ്റ്റൈലാണ്. ഞാനൊരു വിഷുവിൻ്റെ ആണെന്ന് തോന്നുന്നു. വിഷുവിൻ്റെ ഒരു മഞ്ജു വാര്യർ ഹെയർ സ്റ്റൈല് അതുപോലെ ഏകദേശം അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി ബാക്കി മുടി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ട് 4 പിരിയിൽ പിന്നുവാണ്. ഇത് ഫുള്ളായിട്ട്, അതായത് നമ്മളെ ഹെയർ ഫുള്ളായിട്ട് നമ്മൾ പിന്നിയെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ വലിച്ച് ലൂസാക്കി കൊടുക്കുക. അതായത് നമ്മൾ ടൈറ്റായിട്ട് പിന്നുന്ന ഹെയറിനെ നമ്മൾ ഓരോ പിന്നുന്ന ഓരോ ലൈനായിട്ട് എടുത്തിട്ട്, ഇത് കാണാമല്ലോ, ഓരോ ലൈനായിട്ട് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് തിന്നായിട്ടിരിക്കുന്ന ഹെയറിനൊരു വോളിയം തോന്നിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ബാക്കിൽ ആണ്, ആ പിക്ചറിൽ ബാക്കിലാണ് ഹെയർ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഫ്രണ്ടിൽ വെച്ചും നമുക്ക് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ പിന്നിടാം. അപ്പോഴും ഈ ഹെയറിൻ്റെ വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുടി ഇങ്ങനെ പിന്നിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൂ വയ്ക്കാം. എൻ്റെ കയ്യിൽ അത്രയും പൂവില്ല, കുറച്ച് പൂവേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള പൂ വെച്ച് ഞാൻ പൂ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ വയ്ക്കും പോലെ നിവർത്തിയല്ല വെക്കുന്നത്, ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചാണ് വയ്ക്കേണ്ടത്. അതായത് നമ്മുടെ ഈ പൂവിൻ്റെ 2 എൻഡ് ഭാഗവും നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തേക്ക് ഒന്ന് വളച്ചാണ് വെക്കേണ്ടത്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു ബോ ഷേപ്പിന് അല്ലെങ്കിൽ ഒരു വളഞ്ഞ ഷേപ്പിനാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ടും പൂ വയ്ക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെയറായിട്ട് മാത്രമേ വയ്ക്കാവുള്ളൂ. ഒരു മുല്ല അല്ലെങ്കിൽ പിച്ചിയൊക്കെ ആണെങ്കിൽ ഒരു 2ഓ 3ഓ ലെയറായിട്ട് നമുക്ക് വയ്ക്കാം. ഇത് തിക്കായിട്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ നമ്മൾ തിന്നായിട്ടാണ് കെട്ടുന്നതെങ്കിൽ ഒരു 3 ലെയർ വരെ നമുക്ക് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ സിമ്പിളുമാണ്, ബ്യൂട്ടിഫുള്ളാണ്. നമ്മളതുപോലെ പൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ?